ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ്റെ 28ാം ഓർമ്മ ദിനത്തിൽ പ്രാർത്ഥനാപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും മുഖ്യ പ്രഭാഷകനായ കുര്യൻ ജോസഫ് സാറിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സുദീർഘമാകാതെ വളരെ വേഗത്തിൽ തന്നെ ലഘുവായി ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒരു കുഞ്ഞു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. തുർക്കിയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തിറങ്ങിയ ഒരു പുസ്തകത്തിലെ സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര് എ ലവ് സ്റ്റോറി ഓഫ് ഡിഫറെന്റ് കൈൻഡ്. സംഭവം എങ്ങനെയാണ്? ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഒരു കുട്ടിക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ അത് സ്പോൺസർ ചെയ്തുകൊണ്ട് മറ്റൊരു കുട്ടി മുൻപോട്ട് വന്നു. രോഗിയായ ഒരു കുട്ടിക്ക്, മരണത്തോട് മല്ലടിക്കുന്ന മറ്റൊരു കുട്ടിക്ക് വേണ്ടി ഒരു കുട്ടി തൻ്റെ രക്തം ദാനം ചെയ്യാൻ മുൻപോട്ട് വന്നു. പക്ഷെ അവനൊരു ചെറിയൊരു കണ്ടീഷനുണ്ട്. അവന് രക്തം കൊടുക്കുന്നതിന് മുൻപ് അവന്റെ അമ്മയൊന്ന് കാണണം. അപ്പൊ സംഘാടകർ അവനോട് പറഞ്ഞു, കുട്ടിയോട് പറഞ്ഞു, ഓനെ നിന്റെ അമ്മ കുറച്ച് ദൂരെയുള്ള അഭയാർത്ഥി ക്യാമ്പിലാണ്, അവരോട് വരുമ്പോൾ സമയമെടുക്കും. എന്തിനാണ് നീ അമ്മയെ കാണണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞത് എങ്ങനെയാണ്? എന്റെ രക്തം ഞാൻ അവന് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകും. മരിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണം. അത്ഭുതം ഇതാണ്, താൻ മരിക്കുമെന്ന് അവനോട് ബോധ്യമുണ്ട്. രക്തം കൊടുത്താൽ മരിക്കും. എന്നാലും അവൻ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു കുട്ടിക്ക് വേണ്ടി തൻ്റെ രക്തം കൊടുത്ത് മരിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ ഈ സംഭവം ഇവിടെ പറഞ്ഞത്, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈയിടെ ആലുവക്കാരനായത്, പക്ഷെ ആലുവയ്ക്ക് വേണ്ടി, ആലുവയിലെ ജനങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കിക്കൊണ്ട് കടന്നുപോയ മനുഷ്യനാണ്, മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ഓർമ്മ ദിനങ്ങളും നമ്മിലെ മനുഷ്യ സ്നേഹം ഉണർത്തണം. അതിർവരമ്പുകളില്ലാതെ, ജാതി മത ഭേദമന്യേ, അല്ലെങ്കിൽ മനുഷ്യന് ഏത് തട്ടിൽ നിൽക്കുന്നു, പണക്കാരൻ, പണ്ഡിതൻ, പാവപ്പെട്ടവൻ എന്തെങ്കിലും അതിരുകളില്ലാതെ സകല മനുഷ്യരെയും ദൈവസ്നേഹത്തെ പ്രതി നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു മനുഷ്യ സ്നേഹിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ. അച്ഛൻ്റെ ഓർമ്മ ദിനത്തിൽ അച്ഛൻ്റെ ശിഷ്യന്മാർ നസ്രത്ത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ആരംഭിക്കുമ്പോൾ എനിക്ക് ആശംസിക്കാനുള്ളത്, നിങ്ങളുടെ സംഘടന മനുഷ്യ സ്നേഹികളുടെ ഒരു സംഘടനയായിട്ട് തിരുവഭവിക്കട്ടെ. അച്ഛൻ തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അച്ഛന്റെ ചരിത്രം വായിച്ചവർക്കറിയാം, നിരവധി പ്രതിസന്ധികളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു അത്. ഇന്നിവിടെ വളരെ മനോഹരമായിട്ട് ഇതിന് നേതൃത്വം നൽകുന്നവർ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പ്രതിസന്ധിയാണ്, നമുക്ക് പുറത്ത് നടത്താൻ സാധിച്ചില്ല എന്നുള്ളത്. അത് ഈ സംഘടനയ്ക്കും നമുക്കും ഒരു നല്ലൊരു പാഠമാണ്. എന്തെന്നറിയാമോ? ഒരു പ്രതിസന്ധിയിലും പതറാത്ത മനുഷ്യരായിരുന്നു. അത്രയേറെ ആർജവമുള്ള വൈദിക ശ്രേഷ്ഠനായിരുന്നു ഇഗ്നേഷ്യസ് അച്ഛൻ. അതുകൊണ്ട് ഇങ്ങനെ തുടരുന്നത് അർത്ഥപൂർണമാണ്. നമ്മുടെ മനുഷ്യ സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, യാത്രകളിൽ അതൊരു റെഡ് കാർപ്പറ്റ് വിരിച്ച ഒരു പാതയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ പ്രതിസന്ധികളിലും പതരാത്തൊരു പ്രയാണമാകട്ടെ ഈ സംഘടനയുടേത് എന്ന് ഞാൻ ആശംസിക്കുക. എല്ലാവർക്കും പ്രിയപ്പെട്ട ഇഗ്നേഷ്യസിന്റെ മനുഷ്യ സ്നേഹം എന്ന ആ വലിയ മഹത്വം, വലിയ അമൂല്യം ജീവിക്കുവാൻ ഈ ദിനം പ്രേരകമാകട്ടെ. സംഘടനയെ മനുഷ്യ സ്നേഹം ഒരു കൂട്ടായ്മയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Hallelujah.
ിന്റെ ചലന അനുസ്മരണ പ്രഭാഷണത്തിൽ ഞാൻ ഈ വേദിയിൽ ഇവിടെ വെച്ച് പുറത്തുള്ള ഭാഗത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നാമത്തെ ആണ് എന്നാണ് എൻ്റെ ഇവിടെ പഴയ ആളുകൾ ഓർമ്മയുണ്ടാവും. അച്ഛനുമായിട്ട് ഒരുപാട് വർഷത്തെ അടുത്തും അകലും നിന്നുള്ള പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. എനിക്ക് പരിചയപ്പെടുത്താനുണ്ടായ ഒരു കാരണം നമ്മുടെ FCC സിസ്റ്റർമാരാണ്. ഈ സിസ്റ്റർ ഷേഫിയുടെ പിന്തുണക്കാരായിട്ടുള്ള ഇൻഫൻട്രി ആമയും ഇഗ്നാമയും സീരിയാമയും തുടങ്ങിയുള്ള തലമുറക്കാരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ സിസ്റ്റർ ഇവിടെ ശക്തമായ പ്രവർത്തനം ആലുവയിൽ നടത്തിയത്. അപ്പോൾ അങ്ങനെ അച്ഛനുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛനെ വീക്ഷിച്ച പല കാര്യങ്ങളും ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടും പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടും ഞാനത് മറക്കാതെ സൂചിപ്പിച്ചോളട്ടെ. ജെയ്സൺ അച്ഛൻ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അസാധാരണമായ ഒരു കഴിവുണ്ടായിരുന്ന അച്ഛനായിരുന്നു ഇംഗ്ലീഷ് അച്ഛൻ എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതോടൊപ്പം തന്നെ ഏത് കാര്യവും പ്രതിസന്ധി ആവാതെ നോക്കാനുള്ള വലിയൊരു ദൂരക്കാഴ്ച അച്ഛനുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കുറഞ്ഞ് മറിയുന്നതിന് മുമ്പ് അത് പരിഹരിക്കാൻ അച്ഛന് കഴിവുണ്ടായിരുന്നു. ഒരു പ്രശ്ന പരിഹാരകനായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ ഈ സ്പൂണ് കൊണ്ട് എടുക്കേണ്ടത് തൂങ്ങോണ്ട് എടുക്കാൻ അച്ഛൻ ഒരിക്കലും ഇടപെടുത്തിരുന്നില്ല. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട നിരന്തരം ഓർത്തിരിക്കേണ്ട വലിയ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തൊന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പെരുമാറ്റത്തിൽ ഓഫീസ് ചെയ്തപ്പോൾ ഓഫീസിലെ സാധാരണ പ്രാർത്ഥനയിൽ പറയുന്നത് അവിടെ ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്നാണ് ഈ നമ്മുടെ സാരവത്സവത്തിൽ ഇപ്പോൾ നീതിപൂർവമായ ഒരു ദിവസത്തിൽ നിന്നാണ്. ആ നീതിപൂർവ്വം രക്ഷാപരം പലതരത്തിൽ പലരും മാറ്റി വരാറുണ്ട്. ഭയം വേണ്ടെന്ന് എഴുതിച്ചാൽ അന്ത്യദിനത്തെ കുറിച്ച് ഒരു ഭയവും വേണ്ട എന്നുള്ളത് പരമമായ സത്യമാണ്. ആർക്കാണ് ഭയം വേണ്ടാത്തത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ നീതിപൂർവ്വം എന്നുള്ളത്. കാരണം ദൈവം ആരെയും വിധിക്കുന്നില്ല, അവനവനെ തന്നെ വിധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തി. അതുകൊണ്ടാണ് ദൈവം നീതിമാനാണ് എന്ന് പറയാൻ കാരണം അവനവന്റെ വിധി അവനവൻ തന്നെ ഒരർത്ഥത്തിൽ സമ്പാദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ അവൻ തന്നെ നിർണ്ണയിക്കുന്നതാണ്. അത് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കൊക്കെ അറിയാം. ഒരുപക്ഷെ ഈ ദേവാലയത്തിൽ ഇവിടെ സഭകൾ കൊണ്ടൊന്നും അറിയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ ഗവൺമെന്റിന് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് ഇരിക്കുമ്പോൾ അവസാനം കൊണ്ട് മുടി വെക്കുന്ന ഭാഗത്തൊരു പ്രാർത്ഥനയാണ്. ഞാൻ നല്ല ഓട്ടോ ഓടി എൻ്റെ വിശ്വാസത്തെ സംരക്ഷിച്ചു. നല്ലോണം യുദ്ധം ചെയ്തു പറഞ്ഞാണ്. യുദ്ധം ചെയ്ത് എന്തിനോടാണ് യുദ്ധം ചെയ്ത്, ആരോടാണ് യുദ്ധം ചെയ്ത്, എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തതെന്നുള്ള 3 ചോദ്യങ്ങളും അവിടെ പ്രസക്തമാണ്. എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു, ആരോടാണ് യുദ്ധം ചെയ്തത്, എങ്ങനെയാണ് യുദ്ധം ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് പറയുന്നത് മറുപടിയുണ്ട്. ഞാൻ ആ യുദ്ധത്തിൽ വിജയിച്ചതിന്റെ പേരിൽ നീതിമാനായ ദൈവം ഈ നീതിയുടെ കിരീടം എന്നെ അണിയിക്കേണ്ടതാണ്. ഈ നീതിയുടെ കിരീടം അണിയിക്കുന്ന ദിവസമാണ് ഈ നീതിപൂർവമായ വിധി ദിവസം എന്നുള്ള അച്ഛൻ സൂചിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അന്ത്യവിധി എന്ന് പറയുന്നത്. ആ അന്ത്യവിധി എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ് നീതി എന്നുള്ള ദൈവത്തിന്റെ നീതിയുടെ നിർവചനമാണ്. ദൈവത്തിന്റെ നീതിയുടെ നിർവചനം എന്ന് പറയുന്നത് ജാതി മത ഭേദമെന്നേ സാഹചര്യം ദൈവത്തെ കാണാൻ കഴിയുക എന്നതാണ്. കാരണം ദൈവം തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഉള്ളത് അതേ ഛായയും സാദൃശ്യമാണെന്നും എന്നിലുള്ള ഈശ്വരൻ തന്നെയാണ് അവരിൽ കുടികൊള്ളുന്നതെന്നും അതുകൊണ്ട് എന്നിലും ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ അവരിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മാനിക്കാൻ ഞാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അവരുടെ എങ്ങനെയാണ് മാനിക്കുക? അവരെ മാനിക്കുന്നത് അവരുടെ
അവന്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ്. അവന്റെ അന്തസ്സനെ കാത്തു സൂക്ഷിക്കുക, അവന്റെ അന്തസ്സ് നഷ്ടപ്പെടുന്ന തലങ്ങളിൽ അവനെ കൈത്താങ്ങാവുക, കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പെരിഫെറിന്ന വാക്ക് ഉപയോഗിച്ചത്. മുഖ്യധാരയിൽ വരാൻ കഴിവില്ലാത്ത ആളുകളെല്ലാം അന്തസ്സ് നഷ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അന്തസ്സ് എന്താണെന്ന് തിരിച്ചറിയാത്തവരാണ്. അന്തസ്സ് എന്താണെന്ന് തിരിച്ചറിയാത്തവർക്ക് അന്തസ്സ് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളാണ് ഇഗ്നേഷ്യസ്. അതാണ് ഈ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വിധി ദിവസത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ നക്തർക്ക് വസ്ത്രം കൊടുത്തു, വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുത്തു, തടവുകാരൻ മോചിപ്പിച്ചു, 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു ആകത്തുക എത്തുമ്പോഴും നമ്മൾ അറിയേണ്ടത് ദൈവത്തെ അറിയാൻ കഴിയാത്തവർക്ക് ദൈവത്തെ അറിയാൻ തക്കവണ്ണം ദൈവമായ അവരുടെ മുമ്പിൽ അവതരിക്കാൻ കഴിയാത്തവരാണ്. ഈ തത്വമസിന്നും നമ്മൾ അഹംബ്രഹ്മാസ്ത്രമൊക്കെ പറഞ്ഞിരുന്ന ആത്യന്തികമായ അർത്ഥം അവിടെ തന്നെയാണ്. മനുഷ്യനിൽ ദൈവത്തെ കാണാൻ കഴിയാത്തവരാണ് മനുഷ്യർ. മാനവസേവം മാധവസേവം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇഗ്നേഷ്യസിന്റെ തൊട്ട് താഴെ ഒരു ലിയോ അച്ഛൻ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ലിയോ അച്ഛൻ ഈ കരുണയുടെ കർത്താവിന്റെ വലിയൊരു വക്താവാണ്. പഴയ ശിഷ്യന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കരുണയുടെ കർത്താവിന്റെ നൊവേലയിൽ വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത്തരം സ്തുതിഗീതങ്ങളാൽ കരങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളാൽ കഴിയണമെന്നാണ്. അത്തരം സ്തുതിഗീതങ്ങളാൽ വരുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനാകില്ല. ആ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ കാരുണ്യ പ്രവർത്തികളാൽ നിറയണം. കാരണം ദൈവത്തിന്റെ കാരുണ്യമാണ് മനുഷ്യന്റെ കൈവഴികളിലൂടെ ഈ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കൈവഴികളാവാൻ മനുഷ്യനെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു ഉത്തമവും ഉദാത്തവുമായ ഒരു യുഗപുരുഷനായിരുന്നു പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ്. അദ്ദേഹം സ്ഥാപിച്ച ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. അദ്ദേഹം സ്ഥാപിക്കാത്ത എന്തെങ്കിലും പാർട്ടികളുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. ഇവിടെയുള്ള പഠനങ്ങളോ സ്ഥാപനങ്ങളോ എന്തൊരു ചോദിക്കാനും സ്ഥാപിച്ചതിന്റെ കണക്കായ കാര്യങ്ങൾ സ്ഥാപിക്കാത്ത അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാത്ത എന്തെങ്കിലും ഈ പ്രദേശത്തുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തുടങ്ങി വെക്കുന്നതാണ്. കാരണം അത് നമുക്ക് മരണശേഷം ലഭിക്കുന്ന ഒരു പ്രവേശന ഒരു വിസ കെട്ടിപ്പോകുന്ന വേറൊരു സ്ഥലമല്ലായിരുന്നു. ഇവിടെ നമ്മൾ ആരംഭിക്കുന്ന നീതിപൂർവമായ ജീവിതമാണ് ദൈവരാജ്യം. ഇവിടെ തുടങ്ങുന്ന ദൈവരാജ്യത്തിന്റെ തുടർച്ചയാണ് എന്റെ മരണശേഷമുള്ള എന്റെ നിത്യത എന്നുള്ള ഒരു നിത്യസത്യം ഈ കേസസ് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കുന്നത് എന്നുള്ള സത്യബോധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം അദ്ദേഹം തന്റെ ആയുസ് ചെയ്തു വെച്ചു. സൈക്കിളിൽ യാത്ര നോക്കി ഫീൽഡിലൂടെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലൂടെ അച്ഛൻ കടന്നിരുന്നു. അദ്ദേഹം പിന്നെ സന്യാസികളുടെ ആണെങ്കിലും പിന്നെ വയസ്സായവരുടെ ചെറുപ്പക്കാരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും അങ്ങനെ ഈ മനുഷ്യനെ സർവം സ്പർശിയായ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കണ്ണ് ചെന്നു എന്നുള്ളതാണ്. ദൈവം കാണുന്ന കണ്ണുകളിലൂടെ ഈ ലോകത്തെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായിട്ടുള്ളത്. ദൈവം എങ്ങനെ ഈ സാഹചര്യത്തെ കാണുന്നു, ദൈവം എങ്ങനെ ഈ വ്യക്തിയെ കാണുന്നു, ദൈവം എങ്ങനെ ഈ സംഭവത്തെ കാണുന്നു, ആ കണ്ണുകളിലൂടെ നമുക്ക് ഈ സംഭവത്തെയോ ഈ സാഹചര്യത്തെയോ ഈ വ്യക്തിയെ കാണാനും അവരോട് ഇടപെടാനും സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നീതിപൂർവ്വം ജീവിച്ചു എന്നും ആ നീതിപൂർവ്വമുള്ള ജീവിതത്തിന്റെ തുടർച്ചയായിട്ട് നീതിയുടെ നിത്യകിരീടം എനിക്ക് ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം നമ്മെ വിധിക്കുകയല്ല, നാം നമ്മെ വിധിക്കുക. കാരണം നാം നമ്മെ തന്നെ വിധിക്കാനായിട്ടുള്ള അനുവാദവും സ്വാതന്ത്ര്യവുമാണ് ദൈവം തന്റെ ശാരീരിക സാദൃശ്യം എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. 4 ഘടകങ്ങൾ, ഒരു ഘടകം അത് തന്നെയാണ്. എന്തുവാണ് അങ്ങനെ പ്രിയപ്പെട്ട ഇഗ്നേഷ്യസിനെ ഇപ്രകാരം 28-ാം വർഷവും ഇത്ര സ്നേഹത്തോടെ ഓർക്കുന്ന എന്നുള്ളത് ആലുവക്കാരുടെ വലിയൊരു നന്മയാണ് എന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അച്ഛൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ഈ സ്കൂളിന്റെ 50-ാം വർഷത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാകുന്നു. അതൊന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതും നിങ്ങളുടെ അനുഭവത്തിലൂടെ ദൈവനാമത്തിൽ അച്ഛൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സംഘടന വഴിയായിട്ടൊക്കെ ഈ സ്മരണകൾ നിലനിർത്തണം. കാരണം സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്ന ഓർമ്മയാണ്, വേറൊന്നുമില്ല. അത് ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ദാമ്പത്യത്തിലാണെങ്കിലും കുടുംബം എവിടെയാണെങ്കിലും
സ്നേഹത്തിന്റെ അടയാളം ഓർമ്മയാണ്. ആ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലമേ സ്നേഹത്തിന്റെ അർത്ഥമുള്ളൂ. ആ സ്നേഹത്തിന്റെ അടയാളമായിട്ടുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഈ ഇംഗ്ലീഷിനെ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങള്, വിശുദ്ധരായ വ്യക്തിത്വങ്ങള് നമുക്ക് ആദരിക്കാൻ കഴിയും. ഒരു വാക്കുകൾ കൊണ്ട് അവസാനിപ്പിച്ചുള്ളത്, വിശുദ്ധരാവാൻ കഴിയാത്തതിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാൻ കഴിയാത്തതിനെ കുറിച്ച് അച്ഛൻ പ്രധാനത്തിന് സൂചിപ്പിച്ചായിരുന്നു. ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധനായവരെയാണ് മരിച്ചതിന് ശേഷം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത്. മരിച്ചതിന് ശേഷം കാര്യം പ്രാർത്ഥിച്ച് വിശുദ്ധരാക്കാൻ പറ്റില്ല. അതൊന്നും ഞാൻ ഓർമ്മിച്ചത് മാത്രമേ. ജീവിച്ചിരിക്കുമ്പോഴുള്ള വിശുദ്ധരായതിന്റെ പ്രഖ്യാപനമായ യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനം നേരത്തെ ആക്കാനാണ് അച്ഛൻ പ്രാർത്ഥനയോട് ഓർപ്പിക്കാൻ പറഞ്ഞത്. അപ്രകാരം നമുക്ക് നന്മ ചെയ്ത് കടന്നുപോയി. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ഒരേ ഒരു വാചകത്തിൽ യേശുക്രിസ്തുവിനെ സംഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നന്മ ചെയ്ത് കടന്നുപോയവരെന്നാണ്. ആ നന്മ ചെയ്ത് കടന്നുപോയവന്റെ പിൻഗാമിയായിട്ട് അനുസരണവും ദാരിദ്ര്യവും കന്യാവൃതവും കൃതമായിട്ട് എടുത്തുകൊണ്ട് ലോകത്തോടുള്ള വിരക്തിയിലൂടെയും ലോകത്തോടുള്ള വിരക്തി പുലർത്തുമ്പോഴും ദൈവത്തോടുള്ള മൈത്രിയിലും ദൈവത്തോടുള്ള ആ സ്നേഹത്തിലും ലോകത്തോട് ശത്രുതയില്ല, ലോകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് നിറസാന്നിധ്യമായിട്ട് നിന്ന അച്ഛൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ആദരവാണ്. വളരെ സന്തോഷം നമുക്കുണ്ട്. കാര്യം നമ്മളൊരു 28ാം ചരമവാർഷികം നമ്മൾ കൊണ്ടാടുമ്പോഴും നമ്മളുടെ ഒരു സന്തോഷമുണ്ട്. ഫാദർ ഇഗ്നേഷ്യസിനെ കുറിച്ചുള്ള സന്തോഷം അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആലുവയിലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഏകദേശം 37 വർഷക്കാലം അദ്ദേഹം ആലുവയുടെ ജനപ്രതി ആയില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷെ ഒരു ജനപ്രതി എന്ന അതിനപ്പുറം ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് ആലുവയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച, ആലുവയെ ദീർഘവീക്ഷണത്തോട് കണ്ട, കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കപ്പുറം എല്ലാ ജനങ്ങളെയും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ ചേർത്ത് പിടിച്ച ഒരു നല്ല വ്യക്തിത്വമായിരുന്നു ഫാദർ ഇഗ്നേഷ്യസ്. ക്രിസ്തുവിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞതിന്റെ ഒരു സാരാംശം ഞാൻ പറഞ്ഞു. ക്രിസ്തുവിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ, നമുക്കൊക്കെ മാതൃകയായി പ്രവർത്തിച്ച, അതിനെ അദ്ദേഹത്തെ ജനപ്രതികൾക്ക് മാതൃകയാക്കി എടുക്കാം, പൊതുപ്രവർത്തകർക്ക് മാതൃകയാക്കി എടുക്കാം, ദൈവത്തിൽ അർപ്പിതമായി ജീവിക്കുന്ന ഓരോ മനുഷ്യരും മാതൃകയാക്കിയെടുക്കാൻ കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയനായ ഇഗ്നേഷ്യസ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അങ്ങനെ പറ്റിയുള്ള ആളല്ല. കാരണം അറിയാലോ, അദ്ദേഹം മരണപ്പെട്ടിട്ട് 25 വർഷമായി. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പത്രങ്ങളിലൂടെ ഒക്കെ എനിക്ക് കാണാനും വായിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ആലുവയുടെ സാംസ്കാരികമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ എല്ലാ രംഗത്തിലും അദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയായിരുന്നു. ഇത് ഞാൻ അറിയാൻ സാധിച്ച അദ്ദേഹം ഒരു ഭവന പദ്ധതിയിൽ അദ്ദേഹം തുടങ്ങി. ഈ ആലുവയിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന, അല്ലെ, അവിടെ നമ്മൾ ഞാൻ ആലോചിക്കുന്നു. അപ്പൊ അതേ രീതിയിൽ ഒരു ഭവന പദ്ധതി എനിക്കും ആലുവയിൽ തുടങ്ങാൻ സാധിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു ജനപ്രതി അല്ലെങ്കിലും അതിലപ്പുറം സേവനം നടത്തിയ ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രമാത്രം ആലുവയ്ക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ജോണേട്ടനും ഉദയൻചേട്ടനൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കും. അവരെ കുറിച്ച് നേരിട്ട് പരിചയവും പല കാര്യങ്ങളും ഒളിപ്പിച്ച് പ്രവർത്തിച്ച കാണും. അപ്പൊ ഒരു ബാബുപുത്രനാണ് ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ടു. പിന്നെ ഓൾഡ് സ്റ്റുഡൻസ് യൂണിയനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജോലിയാണ് പ്രസിഡന്റ്. പിന്നെ നമ്മുടെ മാർട്ടിനും യേശുദാസും ഒക്കെയാണ് അതിന്റെ നേതൃത്വം. അവരൊക്കെ വിളിച്ചത്. എന്തായാലും ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. എന്നാൽ എനിക്കും ഇവിടെ വന്നാണ് എനിക്ക് നോമ്പ് തുറക്കാൻ സാധിച്ചത്. അതിന് വളരെ സന്തോഷമുണ്ട്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഫാദർ ഇഗ്നേഷ്യസിനെ പോലെ
ദൈവത്തിൽ അർപ്പിതമായ വിശ്വാസത്തോടൊപ്പം തന്നെ സമൂഹത്തെ സ്നേഹിക്കുവാനും മനുഷ്യനെ സ്നേഹിക്കുന്നു. നമുക്ക് വളരെ കുറച്ചോളം ജീവിക്കുമല്ലേ. സർവീസ് സൃഷ്ടാവ് ജനിപ്പിക്കുന്നു, അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കുന്നു, എപ്പോഴും പോരടയികൾ. ആ ജീവിക്കുന്നതിനും മരണത്തിനിടയിൽ നമുക്ക് ഫാദർ ഇഗ്നേഷ്യസ് ചെയ്തതുപോലെ നല്ല പ്രവർത്തികൾ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ